ക്രിസ്തുവിലേറെ സ്നേഹമുള്ളവരെ, നിങ്ങൾക്ക് ഏവർക്കും പുതിയൊരു പ്രഭാതത്തിന്റെ എല്ലാ മംഗളങ്ങളും സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്ന ഭാഗം ഈശോയുടെ രൂപാന്തരീകരണത്തെ കുറിച്ചുള്ള ഭാഗമാണ്. ഇവിടെ ഒരു സുന്ദരമായൊരു ദർശനം ക്രിസ്തു തരുന്നുണ്ട്. ഈ ശിഷ്യന്മാര് പറയാണ്, ഈ രൂപാന്തരീകരണമൊക്കെ കണ്ട് വളരെ സന്തോഷമായിട്ട് താപൂർമയിൽ ഇങ്ങനെ ആഘോഷമായിട്ടിരിക്കുമ്പോൾ പറയാണ്, നമുക്ക് ഇവിടെ തന്നെ അങ്ങനെ കൂടിയിട്ട് ഒരു 3 കൂടാരമൊക്കെ തീർത്ത് ആ ഒരു സന്തോഷത്തിൽ എങ്ങനെ ആയിരിക്കുക. ക്രിസ്തു പറയണത് അങ്ങനെയല്ല. ക്രിസ്തു പറയണത്, നീ ഇങ്ങനെ ഈ രൂപാന്തരീകരണത്തിന്റെ ആനന്ദത്തിലായിരിക്കുകയല്ല, നമുക്ക് താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങിച്ചില്ല എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലെ ഒരു ആത്മീയ ജീവിതത്തിൽ നമ്മൾ നയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ആത്മീയ ജീവിതത്തിന്റെ സന്തോഷങ്ങൾ ദേവാലയത്തിനുള്ളിൽ തീർക്കുകയല്ല, ഈ കിട്ടിയ ആനന്ദവുമായിട്ട് നമ്മൾ പതിയെ നമ്മുടെ ജീവിതത്തിന്റെ വഴിത്താരകളിലേക്ക് ഇറങ്ങാൻ പറ്റുക എന്നുള്ളതാണ്. ആ താഴ്വരകളിൽ വേദനിക്കുന്നവരുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങാൻ കഴിയുക എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ ജീവിതം സുന്ദരമാവുക. ഈ ലത്തീൻ കുർബാന അവസാനിക്കുന്നത്, കത്തോലിക്ക സഭയിൽ ലത്തീൻ കുർബാന അവസാനിക്കുന്നത് വളരെ സുന്ദരമായ ഒരു പ്രാർത്ഥനയോടുകൂടിയാണ്. പോകുവിൻ, നിങ്ങൾ ഈ കിട്ടിയ സന്ദേശവുമായിട്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ വഴിത്താരകളിലേക്ക് പോകുക. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം. നമ്മൾ ഭജനം വായിച്ചും കൊന്തയില്ലിയും വിശുദ്ധ കുർബാന അർപ്പിച്ചും ആത്മീയ കൃത്യങ്ങൾ ചെയ്തും അവിടെ തന്നെ അവസാനിപ്പിക്കേണ്ടതല്ല, ആ കിട്ടിയ ചൈതന്യവുമായിട്ട് ആയിരിക്കുന്നിടത്തേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുക എന്നുള്ളതാണ്. അതെനിക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. എൻ്റെ ആത്മീയതയുടെ മലമുകളിൽ മാത്രം ഞാൻ സ്ഥിതിയുറപ്പിക്കുകയാണോ, അതോ താഴ്വാരങ്ങളുടെ വേദനകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നുണ്ടോ? അവിടെ ഒരു സന്യാസിയുണ്ട്. അവൻ താഴ്വാരങ്ങളിൽ, അവൻ രാവിലെ പ്രഭാതങ്ങളിൽ അവരുടെ മലകളിൽ നിന്ന് അവൻ ധ്യാനിക്കുകയും രാത്രി താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങി ആ വേദനകളിൽ വേദനിക്കുന്ന മനുഷ്യരുടെ കൂടെ വേദനിക്കുന്ന, കണ്ണുനീരൊഴുക്കുന്ന ഒരു സന്യാസിയെ പരിചയപ്പെടുത്തുന്നുണ്ട് ഒരു കഥ. നമ്മുടെ ജീവിതത്തിൽ ഈ പ്രഭാതങ്ങളിലിരുന്ന് മലമുകളിലിരുന്ന് പ്രാർത്ഥിക്കുകയും പ്രദോഷങ്ങളിൽ സായാഹ്നങ്ങളിൽ ഈ വേദനിക്കുന്ന മനുഷ്യരോടൊപ്പം വേദനിക്കുന്ന, കണ്ണുനീരൊഴുക്കുന്ന, അവരുടെ സങ്കടങ്ങൾ കേൾക്കുന്ന, അവരുടെ കൂടെ അന്തി ഉറങ്ങുന്ന ഒരു സന്യാസിയെ പോലെ ആത്മീയ ജീവിതവും സുന്ദരമാവട്ടെ. അങ്ങനെ ദൈവസന്നിധിയിൽ ഇരുന്ന് കിട്ടിയ ശബ്ദം, ആ അനുഗ്രഹം നമുക്ക് താഴ്വാരങ്ങളിൽ വേദനിക്കുന്നവർക്ക് പങ്കുവയ്ക്കാൻ കഴിയട്ടെ. അങ്ങനെയാണ് ആത്മീയത പൂർണ്ണമാവുക. അതിനുവേണ്ട എല്ലാ ദൈവാനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് സമൃദ്ധമായി നൽകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.